ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ സ്പീഡോമീറ്ററിനകത്ത് ലൈറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ലൈറ്റ് പാർക്ക് ലൈറ്റ് തെളിയുന്നില്ല. ബ്രേക്ക് ജാമായിട്ടുണ്ട്. വണ്ടി മൂവ് ആവാനൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ സീറ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യം മാറ്റാം. വാട്ടർ സർവീസ്, മിറർ രണ്ടെണ്ണം മാറ്റിയിട്ട് നമുക്ക് DO മോഡൽ വെക്കുന്ന പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് വെറുതെ തിരിഞ്ഞളിക്കാം. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, സെൽഫിൻ്റെ സ്വിച്ചൊക്കെ ചെക്ക് ചെയ്യാം. അതിൻ്റെ സ്വിച്ചുകളെല്ലാം തന്നെ ഒരുവിധം കംപ്ലൈൻ്റ് ആണ്. പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ്. ലൂസ് കോൺടാക്റ്റുകൾ കാണിക്കേണ്ടത്. ഹോണിൻ്റെ ആയാലും ഇൻഡിക്കേറ്ററിൻ്റെ ആയാലും സെൽഫിൻ്റെ ആയാലും കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ വണ്ടി വലിക്കാത്തതിൻ്റെ കാരണം അത് ഫ്രണ്ട് ബ്രേക്ക് കേബിൾ കയറി ജാമായേക്കാണ്. അതിൻ്റെ കംപ്ലയിൻ്റാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഓൾറെഡി ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയേക്കാണ്. അതിന് ശേഷം നമ്മൾ ബാക്ക് വീൽ അഴിക്കും. എന്നാലും നമുക്ക് അതിൻ്റെ ബ്രേക്ക് അഡ്ജസ്റ്റിങ് ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് ലൈനർ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ടയറൊക്കെ പുതിയ ടയർ ഫ്രണ്ട് കിടക്കണേ. വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷൻ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ വീല് ഫ്രണ്ടിലത്തെ ഇട്ടതിന് ശേഷം ബാക്ക് വീൽ അഴിച്ചിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. കാരണം മഴയാണ്. എന്തായാലും നമുക്ക് അവിടെ ഒരു ടൈറ്റ് കാര്യങ്ങളൊക്കെ അത് തുരുമ്പ് കാര്യങ്ങൾ ക്ലാവൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാനെ കൊണ്ട് അത് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ അഴിക്കുന്ന കമ്പനി ഫിൽറ്റർ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്കത് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്തിടാം. ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ക്ലച്ചിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നും ക്ലച്ചിനകത്തില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ഇല്ല, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ നിന്നായാലും ഇല്ല. പിന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കമ്പനി ബെൽറ്റ് കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. നമുക്കതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെ ഉണ്ട്. പക്ഷേ നിലവിൽ വണ്ടി ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. കാരണം അതിനുള്ള ഓട്ടം ഉള്ളു വണ്ടിക്ക്. ഡാമേജ് എന്ന് പറയാനായിട്ടില്ല, ചെറിയൊരു ക്രാക്ക്. അത് നമുക്ക് നെക്സ്റ്റ് സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക. കൂടുതലായിട്ട് പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം. സാധാരണ നെക്സ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ 120 ദിവസമാണ്, 4 മാസമാണ് അതിൻ്റെ സർവീസ് കാലാവധി. അപ്പോൾ അതുകൊണ്ട് അടുത്ത സർവീസ് വരെയൊക്കെ എന്തായാലും ഓടിക്കോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ അടക്കം പറഞ്ഞ യൂണിറ്റാണത്. അത് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. നോർമൽ ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ PZ സ്ലൈഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് നല്ല രീതിയിൽ ഓലയുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ നമുക്കത് മാറ്റിയിടാം. ഏകദേശം ഒരു 100 താഴെ നമുക്കതിന് കോസ്റ്റ് വന്നുള്ളൂ. കാരണം അത് കിടക്കും തോറും നമുക്ക് ഇനി ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് അടിച്ചടിച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് വരാതിരിക്കാനായിട്ട് നമുക്കിതൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ക്ലച്ച് ഔട്ടറും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ക്ലച്ചിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക. നമുക്ക് ആ PZ സ്ലൈഡൊന്ന് അഴിച്ച് മാറ്റാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. പിന്നെ ഉള്ള പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലിയറാക്കി റീസെറ്റാക്കി ഉപയോഗിക്കാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്തു. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു. രണ്ടും കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ നിലവിൽ ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. സൈഡിൽ കേട്ടോ, എവിടെ ഒരു ലീക്കേജ് ഉണ്ട്. അപ്പോൾ അത് ഹെഡ് കവർ ഗ്യാസ്കറ്റിൻ്റെയാണ്. അത് കൈയോടെ അഴിച്ച് മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും സേഫ് കേട്ടോ. നമുക്ക് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ആ ബ്രേക്കിൻ്റെ പ്രശ്നം കാണിച്ചു കിട്ടുന്നത്. അതായത് ഒരു കേബിൾ കയറി ലോഡായേക്കാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ നമ്മൾ ബ്രേക്ക് പിടിച്ച് കിടന്ന് ഓടുന്ന രീതിയിലാണ് ലോഡായിട്ട് നിന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം പ്രശ്നം കാണിച്ചത്. അപ്പോൾ ആ ഒരു കേബിൾ നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ അതിൻ്റെ ഈ കുഷ്യൻ്റെ ഈ ഷോക്കിൻ്റെ ബുഷ്, ഫ്രണ്ടിലത്തെ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ ബ്രേക്ക് ക്യാമിലും ചെറിയൊരു ടൈറ്റ് ഉണ്ട്, കണ്ടോ, തുരുമ്പ് വന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ഗ്രീസ് ചെയ്തിട്ടാകും. ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബെയറിങ്ങിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഫ്രണ്ടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. ബ്രേക്ക് കേബിൾ പറഞ്ഞാൽ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. 12.75 ആ റേഞ്ചിൽ അവർ തന്നെ ഉണ്ട്. നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.60 ആ റേഞ്ചിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ തീരെ മോശമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ആംബിയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 8ലേക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്. എല്ലാ വണ്ടിക്കും ഇല്ല, ചില വണ്ടികളിലും. അപ്പോൾ അത് നോക്കുക. സെൽഫിൻ്റെ എന്തെങ്കിലും പ്രശ്നം, അതായത് സെൽഫ് ഒട്ടും എടുക്കാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ ഓൾറെഡി ബാറ്ററിയുടെ മനസ്സിലാകുക. അതനുസരിച്ച് നമുക്ക് നോക്കി അഴിച്ച് ഇപ്പോൾ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യുക, എന്തെങ്കിലും ചെയ്താൽ മതി. കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റി പുതിയത് വയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പം നിലവിൽ അത് മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ സെക്കൻഡറി ഫിൽറ്ററും അത്യാവശ്യം നല്ല ഫിൽറ്ററാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിൽ കൂട്ടത്തിൽ കൂടെ മാറ്റി വിട്ടേക്കും. അപ്പോൾ നിലവിൽ ജനറലായിട്ടുള്ള സർവീസാണ്. അതിനകത്ത് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഐറ്റംസ് ഒന്ന് എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോൾട്ട് വാഷ്, ഓറിക്ക് നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് ചെയ്യേണ്ട വർക്കാണ്. പിന്നെ ഈ ഷോക്കിൻ്റെ ഈ ബുഷുകളൊന്ന് മാറ്റിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ PZ സ്ലൈഡ് നമുക്ക് മാറ്റാനുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്.
ഇപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ സർവീസും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 6:30-7 മണിക്ക് ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. കാരണം നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 2 മണിക്കൂർ കൂടി എടുക്കും നമുക്കിപ്പോൾ വർക്ക് ചെയ്തു വരുമ്പോഴേ. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയിട്ട് സർവീസും കാര്യങ്ങളും വാഷിങ്ങിനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം. എന്തായാലും ഒരു 6:30-7 മണിക്കുള്ളിൽ നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. ഓക്കെ.